നമസ്കാരം, എല്ലാവർക്കും എം ട്രേഡിംഗ് ഗ്രൂപ്പ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഷെയർ മാർക്കറ്റ് എന്നൊരു സാധ്യതയുണ്ട് നമ്മുടെ നാട്ടിലല്ലേ. ആ സാധ്യത ഉപയോഗിച്ച് നമുക്ക് റെഗുലറായിട്ട് ഒരു ഇൻകം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത്. അതായത് നമ്മളെ കയ്യിൽ ഇപ്പോൾ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ നമ്മൾ ബാങ്കിലിടുകയാണ്, നമുക്ക് 7% റിട്ടേൺ കിട്ടും. നമുക്ക് കുറച്ചും കൂടി കുറച്ച് റിസ്ക് എടുത്തിട്ട് സേഫായിട്ട് എങ്ങനെ ഒരു 25%, ഏറ്റവും ചുരുങ്ങിയത് ഒരു 25-30% റിട്ടേൺ ഇയർലി ഉണ്ടാക്കിയെടുക്കാമെന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോ സീരീസിൽ പഠിപ്പിക്കുന്നത്. ഒരു 10-20 വീഡിയോ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ആ ഒരു ലെവലിലേക്ക് നിങ്ങളെല്ലാവരും എത്തുന്നതാണ്. ഈ വീഡിയോ സീരീസ് കാണുന്നതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വീട്ടിലിപ്പോൾ ഇരിക്കുന്ന സ്ത്രീകളാണെങ്കിലും നമുക്ക് കുറച്ച് ഇതിൽ കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ, അധികം വലിയ കാര്യമായിട്ട് വലിയ കോംപ്ലിക്കേറ്റഡ് ആയ സംഭവങ്ങളൊന്നും ഇല്ല. ഇതിൽ ജനറലായ ചെറിയ കാര്യങ്ങൾ പഠിച്ച് ശ്രദ്ധയോടുകൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ചെറിയൊരു ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അത് നിങ്ങൾ ക്യാപിറ്റലിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ. അല്ലാതെ ചെറിയൊരു ക്യാപിറ്റൽ കൊണ്ടുവന്ന വലിയൊരു റിട്ടേൺ കിട്ടില്ല. ക്യാപിറ്റൽ നിങ്ങൾ കൊണ്ടുവരുന്ന പൈസയ്ക്ക് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ചെറിയ ക്യാപിറ്റൽ തുടങ്ങിയൊരു ക്യാപിറ്റൽ പിന്നെ പയ്യെ കൂട്ടിപ്പോയാൽ നിങ്ങൾക്ക് റിട്ടേൺ കൂടുതൽ കിട്ടും. ഇങ്ങനെ ഒരു 25% റിട്ടേൺ കിട്ടുന്ന രീതിക്ക് എങ്ങനെ എത്തിക്കാമെന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിനെക്കുറിച്ച് ചില ഡൗട്ടുകളുണ്ട്, ബേസിക്കായിട്ട് ചില ഡൗട്ടുകളുണ്ട്. അതായത് ഷെയർ മാർക്കറ്റ് എന്ന് വെച്ചാൽ ലോസ് മാത്രം ഉണ്ടാക്കുന്നൊരു പരിപാടിയാണെന്ന്. അതായത് നമ്മളിപ്പോഴത്തെ സാധാരണക്കാർ ഷെയർ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ലോസ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്. ആ തെറ്റിദ്ധാരണ കുറേയൊക്കെ ഇപ്പോൾ മാറി വരുന്നുണ്ട്, എങ്കിലും പലർക്കും ആ തെറ്റിദ്ധാരണയുണ്ട്. പിന്നെ ഇതിൽ എത്രമാത്രം റിസ്ക് ഉണ്ട് എന്നുള്ളൊരു ഡൗട്ട് പലർക്കും ഉണ്ട്. അതായത് റിസ്കിനെ പറ്റി ഞാൻ ആദ്യം ഒന്ന് സംസാരിക്കാം. കാരണം നമ്മളിപ്പോൾ ഒരു സ്റ്റോക്ക് വാങ്ങുകയാണ്. ഉദാഹരണത്തിന് SBIയുടെ സ്റ്റോക്ക് നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ 10,000 രൂപയ്ക്ക് നിങ്ങളെ സ്റ്റോക്ക് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന മാക്സിമം റിസ്ക് ആ 10,000 രൂപയാണ്. ഓക്കെ, ആ 10,000 രൂപ നിങ്ങൾക്ക് നഷ്ടം വരാം. അതിൽ കൂടുതൽ നിങ്ങൾക്ക് നഷ്ടം വരില്ല ഒരു സ്റ്റോക്ക് വാങ്ങിച്ചാൽ. അതായത് SBI എന്ന് പറയുന്ന ബാങ്ക്, ആ ബിസിനസ് സ്ഥാപനം പൂട്ടിപ്പോയാൽ, നിങ്ങൾക്ക് പൂട്ടിപ്പോയി ഒന്നുമില്ല, എല്ലാം ഡീലിസ്റ്റ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന നഷ്ടമാണ് ഈ 10,000 രൂപ. അതൊരിക്കലും സംഭവിക്കില്ല നമുക്കറിയാം. കാരണം SBI എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇന്ത്യയുടെ നട്ടലായൊരു ബാങ്കാണ്. അതായത് ഇന്ത്യൻ എക്കണോമി തകർന്നാൽ മാത്രമേ SBI പൂട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ SBI ഒരിക്കലും പൂട്ടിപ്പോകാൻ പോകുന്നില്ല. നാളേക്കായാലും അത് എപ്പോഴും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നൊരു ബിസിനസ്സാണ് ബാങ്ക് ബിസിനസ്. അതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് SBI ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും അതിൽ പ്രോഫിറ്റ് കിട്ടും നമുക്കറിയാം. അപ്പോൾ അതിൽ നഷ്ടം വരാനില്ല. പക്ഷേ ലാഭം കിട്ടണമെങ്കിൽ ചെറിയ ചെറിയ ടെക്നിക്കുകളുണ്ട്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ചില സംശയങ്ങൾ വരും നമുക്ക്. ചില സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ പെട്ടെന്ന് ലാഭം കിട്ടും, ചില സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മൾ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും ലാഭം കിട്ടാൻ. അപ്പോൾ അത് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ വരും വീഡിയോസിൽ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ വീഡിയോ സീരീസ് ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ തന്നെ ഒരു 10-20 വീഡിയോ ആകുമ്പോൾ തന്നെ അതും ഇതൊരു ലോങ് ടൈമിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും സ്വിംഗ് ട്രേഡിങ്ങിന്, അത് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറഞ്ഞൊരു മെത്തേഡാണ്. ആ മെത്തേഡിനും വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ജനറലായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ നമുക്കിത് പറയുന്നത് എത്ര അറിവ് വേണമെന്നുള്ള ഡൗട്ടും ഉണ്ട് ചിലർക്കൊക്കെ. ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ വലിയൊരു അറിവോ വലിയൊരു കാര്യങ്ങളോ ഒന്നും ഇതിനാവശ്യമില്ല. വളരെ ചുരുങ്ങിയ രീതിയിലുള്ള അറിവ് മാത്രമേ ആവശ്യമുള്ളൂ. വലിയ ഒരു പഠിച്ച ഒരാൾക്ക് മാത്രം വലിയ പഠിച്ചുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമുക്കിതിൽ എത്ര ശ്രദ്ധ കൊടുക്കുന്നു, പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുക, അത് ഫോളോ ചെയ്യുക. അത് മാത്രം ഫോളോ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയാൽ തന്നെ നിങ്ങൾ വിജയിക്കും. ചെറിയ കാര്യങ്ങൾ, ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഞാനൊരു 6 വർഷത്തോളം ഷെയർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്നത്. ഒരു 3 വർഷത്തോളം ഞാൻ ഇത് മാത്രമാണ് എൻ്റെ മെയിൻ ജോബ്. മറ്റു ജോബൊക്കെ വിട്ട് ഇതിലേക്ക് തന്നെ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നത്. പക്ഷേ എനിക്ക് മനസ്സിലായത് എന്താ, ഞാൻ ഒരുപാട് പഠിച്ചു കഴിഞ്ഞിട്ടും ഇപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്നത് ആദ്യം പഠിച്ച കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. എൻ്റെ സ്വിംഗ് ട്രേഡിങ്ങിനും എൻ്റെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിനും വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ആദ്യം പഠിച്ച കുറച്ച് കാര്യങ്ങൾ എനിക്ക് ആവശ്യമുള്ളൂ. അത് മതി, ഞാൻ ലാഭകരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ എൻ്റെ ട്രേഡിംഗ് ബിസിനസ്സിൽ ഞാൻ പലതും ഞാൻ മാറ്റി ചെയ്യുന്നുണ്ട്. അത് മറ്റൊരു ബിസിനസ്സാണ്. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ബിസിനസ് തന്നെയാണ്. അത് പക്ഷേ ഇത് ഇൻവെസ്റ്റ്മെൻറ്റുമായി നിങ്ങളത് കണക്ട് ചെയ്യരുത്. ഷെയർ മാർക്കറ്റ് ട്രേഡിംഗ് എന്ന് വെച്ചാൽ മറ്റൊരു മേഖലയാണ്, നമുക്ക് പിന്നീട് പഠിക്കാം. അത് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് നോക്കാം. അപ്പോൾ അത്തരം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ചെറിയൊരു അറിവ് മാത്രമേ ആവശ്യമുള്ളൂ, വലിയ അറിവിൻ്റെ ആവശ്യമൊന്നും നമുക്കില്ല. ഓക്കെ, പിന്നെ ആർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നില്ല, ജോലിയുള്ളവർക്കും ചെയ്യാൻ പറ്റും. അതായത് ജോലി ടൈമിന് ശേഷം നോക്കിയാൽ മതി. ഇപ്പം എന്ന് വെച്ചാൽ ഇതിലൊക്കെ സെല്ല് ചെയ്യാൻ വേണ്ടി ഒരു കുറച്ച് സമയവും നമ്മളെ മൊബൈലിൽ തന്നെ ചെയ്യാവുന്നില്ല. അതുകൊണ്ട് ജോലി ഉണ്ട് എന്നുള്ളത് ഒരു ഇൻവെസ്റ്റ് ചെയ്യാനൊരു തടസ്സമല്ല. നമുക്കത് ജോലി ഉണ്ടെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഷെയർ മാർക്കറ്റിൽ ലാഭം എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നീട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതായിരിക്കാമെന്നറിയാമോ, ജോലി ഇല്ലാത്ത ആളുകൾക്കാണ്. കാരണം ഇപ്പോൾ ഹസ്ബൻഡിന് ജോലിയുണ്ട്, അപ്പോൾ ഭാര്യ വീട്ടിലിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതിന് ജസ്റ്റ് ജനറലായിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ഫണ്ട് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഹസ്ബൻഡ് ഇപ്പോൾ കുറച്ച് പൈസ ഇട്ട് തരിക, അല്ലെങ്കിൽ വൈഫ് ജോലിക്ക് പോകുക, ഹസ്ബൻഡ് ജോലി, ആരാണ് ജോലി ഇല്ലാത്ത ഒരാൾ വീട്ടിലിരിക്കുന്നത്, ആ ആൾക്ക് ഇത് കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അതൊന്ന് മാനേജ് ചെയ്യാൻ പഠിച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് പഠിച്ചാൽ മതി, മാനേജ് ചെയ്യാൻ വേണ്ടി വലിയ റിസ്ക് ഒന്നുമില്ല. ആ റിസ്ക് ഇല്ലാതെ ഒന്ന് മാനേജ് ചെയ്യാൻ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആ റിട്ടേൺ, അത് ബാങ്കിലിടുന്ന പൈസയിൽ നിന്നും ഇതിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഷെയർ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു റിട്ടേൺ കിട്ടും.
ഇയർലി 25-30% കൺഫേം ആയിട്ട് കിട്ടുന്നതാണ്. അതിൽ യാതൊരുവിധ റിസ്ക്കും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. കുറച്ച് ബാങ്ക് കാര്യങ്ങൾ മാത്രം ഒന്ന് പഠിച്ചാൽ മതി. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും കൂടി ഒരു ഇൻകം ഉണ്ടാകുന്ന ഒരു മേഖലയിലേക്ക് നിങ്ങൾക്ക് വരാവുന്നതാണ്, പുതിയൊരു മേഖലയിലേക്ക് നിങ്ങൾക്ക് വരാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താ വെച്ചാൽ നമുക്ക് ട്രേഡിങ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ ട്രേഡിങ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് നമുക്ക് അധികം ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ, അധികം എക്സ്പെൻസ് എന്നല്ല, ഒരു എക്സ്പെൻസും ഇല്ലാതെ കണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പഠിക്കാം. ചിലപ്പോൾ കുറേ കാലം പഠിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ എക്സ്പെൻസ് ചെയ്തുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് എക്സ്പെൻസ് ഒന്നും വരാതെ കണ്ട് ചിലവില്ലാതെ എങ്ങനെ ട്രേഡിങ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് വേണ്ടുന്നത് ഒരു ഡിമാറ്റ് അക്കൗണ്ടാണ്. ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിലേ നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഒരു സ്റ്റോക്ക് വാങ്ങാനോ വിൽക്കാനോ പറ്റുള്ളൂ. ഡിമാറ്റ് അക്കൗണ്ട് പറഞ്ഞ സംഭവം വേണം. അത് വേണമെങ്കിൽ നമുക്ക് ആദ്യം വേണം നാഷണലൈസ് ബാങ്കിൽ ഒരു അക്കൗണ്ട് വേണം നമുക്ക്. അത് ഇപ്പോൾ SBI ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ പഞ്ചാബ് നാഷണൽ ബാങ്കോ ഇന്ത്യൻ ബാങ്കോ, അങ്ങനെ ഏതെങ്കിലും ഒരു ബാങ്കിൽ നിങ്ങൾക്കൊരു അക്കൗണ്ട് വേണം. പിന്നെ വേണ്ടുന്നത് ഒരു ID പ്രൂഫായിട്ട് ഒരു ആധാർ കാർഡ് വേണം. നിങ്ങളുടെ ആധാർ കാർഡ്. പിന്നെ വേണ്ടുന്നത് നിങ്ങളുടെ പാൻ കാർഡ്. പിന്നെ വേണ്ടുന്നത് നിങ്ങളൊരു ഫോട്ടോ, ഒരു സൈൻ ചെയ്ത പേപ്പർ. അത് പേപ്പറിൽ നിങ്ങളൊരു സൈൻ ചെയ്ത് ഒരു ഫോട്ടോ, വെള്ള പേപ്പറിൽ സൈൻ ചെയ്തെടുത്താൽ മതി. പിന്നീട് ഒരു 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വേണം. അത് നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് നേരിട്ടെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് യോനോ ആപ്പെല്ലാം SBI ആണ് യോനോ ആപ്പ് എന്നൊക്കെ 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാവുന്നതാണ്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക്, ഷെയർ മാർക്കറ്റിൽ ട്രേഡ്, ഞാൻ നേരത്തെ പറഞ്ഞു ട്രേഡിംഗ് എന്ന് പറഞ്ഞൊരു ബിസിനസ്സാണ്, അല്ലേ? അത് മറ്റൊരു കാര്യമാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് വേറെയാണ്, അല്ലേ? സ്വിംഗ് ട്രേഡിങ് വേറെയാണ്. അത് തൽക്കാലത്തേക്ക് ലാഭം. ഇതൊക്കെ വേറെ സംഭവം. അപ്പോൾ ട്രേഡിംഗ് എന്ന് പറഞ്ഞ ബിസിനസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 6 മാസം സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. നമുക്ക് വെറുതെ എടുത്ത് വെച്ചേക്കാം ട്രേഡിംഗ്, നമുക്ക് ചെയ്യണമെന്നില്ല. അത് പിന്നീട് വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾ ട്രേഡിങ്ങിൻ്റെ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ എടുക്കുന്ന സ്ഥിതിക്ക് നിങ്ങൾ 6 മാസം സ്റ്റേറ്റ്മെൻറ്റും കൂടി എടുത്തിട്ട് നിങ്ങളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അതേക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാമല്ലോ. അടുത്തത് എന്താ വെച്ചാൽ നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളത്, അല്ലേ? ഡിമാറ്റ് അക്കൗണ്ട് കൊടുക്കുന്ന കുറേ ബ്രോക്കേഴ്സ് ഇവിടെയുണ്ട്. അവരുടെ കെയർ ഓഫിൽ നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് എടുക്കുന്നത്, അല്ലാതെ നമുക്ക് ബാങ്കിൽ നിന്ന് നേരിട്ട് എടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഒരുവിധം നമ്മൾ അത്തരം ബ്രോക്കറെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നൊരു സ്ഥലമാണ്, അല്ലേ? ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു താൽക്കാലികമായിട്ട് ബ്രോക്കർ അക്കൗണ്ടിലേക്കാണ് നമ്മൾ പൈസ ഇടുക. അതിനുശേഷം നമ്മൾ ഷെയർ വാങ്ങിക്കും. ഷെയർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഷെയർ പോകും. പിന്നെ പ്രശ്നമില്ല, പിന്നെ ബ്രോക്കർ പൂട്ടിപ്പോയാൽ നമ്മളെ ഷെയർ അവിടെ തന്നെ ഉണ്ടാവും, അതിന് നഷ്ടമൊന്നും വരില്ല. പക്ഷേ താൽക്കാലികമായിട്ടാണെങ്കിൽ പോലും നമ്മൾ പൈസ ഒരു ദിവസത്തേക്കെങ്കിലും, അതായത് കുറച്ച് സമയത്തേക്കെങ്കിലും നമ്മളെ പൈസ ബ്രോക്കറുടെ അക്കൗണ്ടിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ കുറച്ച് വിശ്വസ്തനായ ഒരു ബ്രോക്കർ വേണം നമുക്കല്ലേ? എന്ന് വിചാരിച്ചാൽ അധികം ചിലവുണ്ടാവാൻ പാടില്ല. അതായത് സ്റ്റോക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ ഒരുപാട് ബ്രോക്കറേജ് കൊടുക്കുന്ന ബ്രോക്കറാണെങ്കിൽ നമുക്ക് ലാഭം കുറയും, അല്ലേ? ഇന്നത്തെ കാലത്ത് ചെറിയ 0 ബ്രോക്കറേജ് വരെ ഉണ്ടെങ്കിലും നമുക്ക് വിശ്വസ്തമായ രീതിയിൽ അധികം മെയിൻ്റെനൻസ് ചാർജ് ഒന്നും ഇല്ലാത്ത ഒരു ബ്രോക്കറെ വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. അപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ടും ഫസ്റ്റ് സമയമായതുകൊണ്ടും നിങ്ങൾ ഫയേഴ്സിൻ്റെ അക്കൗണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കാരണം അതിൽ മെയിൻ്റെനൻസ് ചാർജോ മറ്റ് ചാർജുകളോ ഒന്നുമില്ല. F&O, അതായത് ട്രേഡിങ് ചെയ്യുന്നവർക്ക് മാത്രമേ ചാർജുള്ളൂ. ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് 0 കോസ്റ്റാണ്, അവർക്ക് ചാർജൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആദ്യം പഠിക്കാൻ നല്ലത് ഫയേഴ്സ് അക്കൗണ്ടാണ്. അത്യാവശ്യം നല്ലൊരു അക്കൗണ്ട് തന്നെയാണ്, അത് വിശ്വസിക്കാൻ പറ്റും. ഞാൻ കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്നത്, ഞാൻ ട്രേഡിങ് ചെയ്യാനും ആ അക്കൗണ്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. മറ്റേ അക്കൗണ്ടൊന്നും ഇല്ല. മറ്റേ മുമ്പ് സിറോദൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ഫയേഴ്സിലേക്ക് മാറ്റിയിട്ടുണ്ടല്ലേ എല്ലാ ട്രേഡുകളും. അപ്പം നമുക്ക് ഫയേഴ്സിൽ എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഫയേഴ്സ് അക്കൗണ്ട് ഓപ്പണിംഗ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. അതിനുശേഷം ആദ്യം കാണുന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. കുറച്ച് സ്ലോ ആയിരിക്കും ചില സമയത്ത്. അതിനുശേഷം ഇവിടെ നമ്മൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ, നിങ്ങൾ ഏത് മൊബൈൽ നമ്പർ വെച്ചാണോ ലോഗിൻ ചെയ്യാൻ പോകുന്നത് ആ മൊബൈൽ നമ്പർ അവിടെ അടിച്ചു കൊടുക്കുക. ഞാൻ ലോഗിൻ ചെയ്യാൻ പോകുന്ന മൊബൈൽ നമ്പറാണ് ഞാനിവിടെ അടിക്കുന്നത്. ഇത് ഏകദേശം കണ്ടിന്യൂ കൊടുക്കുക. ഒരു OTP നിങ്ങളുടെ മൊബൈലിലേക്ക് വരുന്നതാണ്. OTP വന്നതിന് ശേഷം OTP എൻ്റർ ചെയ്യുക. അതിനുശേഷം ഈ ഡിമാറ്റ് അക്കൗണ്ട് എന്നുള്ളിടത്ത് ബ്ലൂ ടിക്ക് വന്നിട്ടുണ്ടാവും, അവിടെ അങ്ങ് കണ്ടിന്യൂ അടിച്ചു കൊടുക്കുക. ഇനി നിങ്ങളിവിടെ നിങ്ങളുടെ Gmail ID അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഗൂഗിളിൽ കണ്ടിന്യൂ ചെയ്താലും മതി. കുറച്ച് ഡിലേ വരും, കാരണം റേഞ്ചിൻ്റെ ഇഷ്യൂ. പിന്നീട് നിങ്ങൾ പാൻ നമ്പർ അടിച്ചു കൊടുക്കുക. അതിനുശേഷം വരുന്നത് വെച്ചാൽ പാൻ നമ്പർ വരും, ആധാർ നമ്പർ വരും, അങ്ങനെ ഓരോരോ ഡോക്യുമെൻ്റായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതിനുശേഷം അവസാനമായിട്ട് വരുന്നതാണ് നിങ്ങളുടെ ബാങ്കിൻ്റെ 6 മാസത്തെ സ്റ്റേറ്റ്മെൻറ്റ്.
ആ 6 മാസ സ്റ്റേറ്റ്മെൻറ്റും കൂടി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പണിംഗ് ആവുന്നതാണ്. പിന്നെ ഞാനിപ്പോൾ പൂർണ്ണമായിട്ട് കാണിക്കുന്നില്ല, കാരണം എന്താ വെച്ചെങ്കിൽ ഞാൻ ഓൾറെഡി അക്കൗണ്ട് ഓപ്പൺ ആക്കിയതുകൊണ്ട് ഞങ്ങൾക്ക് വീണ്ടും ഒരു അക്കൗണ്ട് ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പൂർണ്ണമായിട്ട് കാണിക്കാത്തത്. പിന്നെ ഈ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്പറിലേക്ക് വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാം. ഇല്ലെങ്കിൽ അവർ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചാലും അവരും ഹെൽപ്പ് ചെയ്യും. നമുക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നത് ഫയേഴ്സ് ആയതുകൊണ്ട് ഫയേഴ്സ് പറഞ്ഞ് റെക്കമെൻഡേഷനൊന്നുമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏഞ്ചൽ ബ്രോക്കിംഗ് എടുക്കാം, അല്ലെങ്കിൽ ആലിസ് ബ്ലൂ എടുക്കാം, പിന്നെ 5 പൈസ ഉണ്ട്, പിന്നെയുള്ള സിറോദയുണ്ട്, ഏറ്റവും ടോപ്പിലേക്കുന്ന സിറോദയുണ്ട്. ഏതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. സിറോദയിൽ എനിക്ക് തോന്നുന്നു ആൻറ്റുവൽ മെയിൻ്റെനൻസ് ചാർജ് ഉണ്ട് തോന്നുന്നു, 60 രൂപ മറ്റോ 3 മന്ത് കൂടുമ്പോൾ കൊടുക്കണമെന്നുണ്ട്. ചെറിയ ചാർജ് അത്രയേ ഉള്ളൂ. അത് കൊടുക്കണം തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് അത് ഏത് ബ്രോക്കറോട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. എല്ലാത്തിലും അക്കൗണ്ട് ഓപ്പണിംഗ് മെത്തേഡ് ഏകദേശം സെയിം തന്നെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കാം. അക്കൗണ്ട് ഓപ്പണിംഗ് ചെയ്യാനുള്ള ലിങ്കും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുവഴി നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അതുവഴി ഓപ്പൺ ചെയ്യാണ് നമ്മളെ സ്റ്റാഫ് ഉണ്ട്, ഞാൻ നമ്പർ കൊടുക്കാം. നമ്മളെ സ്റ്റാഫുമായി സംസാരിച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അക്കൗണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എക്സ്ട്രാ ചിലവൊന്നും വരാൻ പോകുന്നില്ല. പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. നിങ്ങൾക്ക് യാതൊരുവിധ ചിലവും വരുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് നോക്കുക, ഒന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. പറ്റുന്നില്ല വിട്ടേക്കാം. നമുക്ക് എന്തായാലും പറ്റാണ്ട് നിൽക്കുമല്ലോ. 20 വീഡിയോ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് തീർച്ചയായും പറ്റുന്ന 100% ഉറപ്പുണ്ട്. ഇൻവെസ്റ്റ് ചെയ്യാനും സ്വിംഗ് ട്രേഡ് ചെയ്യാനും നിങ്ങൾക്കൊണ്ട് പറ്റുന്നുള്ളത് 100% ഉറപ്പാണ്. പിന്നെ ട്രേഡിങ് ചെയ്യാം. ഞാൻ മറ്റൊരു ബിസിനസ് പോലെ ട്രേഡിങ് എല്ലാവർക്കും പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. അതെല്ലാവർക്കും പറ്റുന്ന ബിസിനസ് ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അത് ട്രേഡിങ് ചെയ്യാൻ പറ്റുമല്ലോ നമുക്ക് പിന്നീട് നോക്കാം. അത് വേണമെങ്കിൽ ചെയ്താൽ. പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യാനും ഇനിയിപ്പോൾ മറ്റേ സ്വിംഗ് ട്രേഡ് ചെയ്യാനും നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുന്നതാണ്. അല്ല അതും ഇനി പറ്റാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അതിന് മറ്റൊരു ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. അത്രയും റിട്ടേൺ വളരെയധികം കുറയും എങ്കിലും മറ്റൊരു ഓപ്ഷൻ ആ സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അതിന് മറ്റു മെത്തേഡുകളുണ്ട്. അതിനും സമയം പറ്റുന്നില്ല നിങ്ങൾക്ക്, അതിനും പറ്റും നിങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റു ഏതെങ്കിലും മെത്തേഡിലൂടെ ഞാൻ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ. ഇപ്പോൾ നമ്മൾ എന്താക്കുക, ഫയേഴ്സില്ല, അതായത് ഒരു ട്രേഡിംഗ് അക്കൗണ്ട് എങ്ങനെ എടുക്കണം, ഡിമാറ്റ് അക്കൗണ്ട് എങ്ങനെ എടുക്കണം എന്നുള്ളത് നമ്മൾ പഠിച്ചു. നിങ്ങളെല്ലാവരും ഡിമാറ്റ് അക്കൗണ്ട് 2 ദിവസം കൊണ്ട് എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ എടുത്ത് 2-3 ദിവസം എടുക്കും അവർ പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്ക്. അപ്പോൾ എന്തെങ്കിലും കുറച്ച് മിസ്റ്റേക്കൊക്കെ വരും. അപ്പോൾ നമ്മൾ തിരുത്തും, വീണ്ടും ശരി അയച്ചു കൊടുക്കും. അങ്ങനെ കുറച്ച് പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ എന്തായാലും 2-3 ദിവസം കൊണ്ട് എന്തായാലും ഡിമാറ്റ് അക്കൗണ്ട് ആവും. അതിനുശേഷം നമ്മൾ പഠിക്കുന്നത് എന്താ വെച്ചാൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം. അത്തരം കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ അടുത്ത വീഡിയോസിലൂടെ നമ്മൾ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അത്തരം വീഡിയോസിൽ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് നല്ല വ്യക്തമായ ക്ലാരിറ്റി ആക്കിയിട്ട് തരും എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ. അതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞു തരുന്നതാണ്. നമ്മളെ വിളിച്ച് നമ്മളെ സ്റ്റാഫ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ സൗജന്യമായി ചെയ്തു തരുന്നതാണ്. നമുക്കതിന് പ്രത്യേകിച്ച് ചാർജസ് ഒന്നും നമ്മൾ ഈടാക്കുന്നില്ല. നിങ്ങളെല്ലാവരും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. എല്ലാവർക്കും നിങ്ങൾക്ക് പരിചയക്കാരെ ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ഒന്ന് അയച്ചു കൊടുക്കുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. കാരണം നമുക്കൊരു റീച്ചിങ് കിട്ടുന്നതല്ലേ ചാനലിൽ. അത് നിങ്ങളും ചെയ്തു തരാം. ആ ഒരു ഉപകാരം നിങ്ങൾ ചെയ്തു തരാം. ട്രേഡിങ് ഞാൻ 100% ഷുവറായിട്ട് തരുന്നത്. ട്രേഡിങ് ഞാൻ പഠിപ്പിച്ചിരിക്കും, ഉറപ്പാണ്. ട്രേഡിംഗ് അല്ല, ഇൻവെസ്റ്റ്മെൻറ്റും നിങ്ങളെ സ്വിംഗ് ട്രേഡിങ്ങും നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിരിക്കും. മറ്റേ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് മെത്തേഡ് ഉണ്ട്. അത് മറ്റു ബിസിനസ്സാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നവരുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അതിൻ്റെ റിസ്ക് എന്താണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരും. ഓപ്ഷൻ ട്രേഡിങ്ങിൽ അത് ചെയ്യുന്നവർ മാത്രം ചെയ്യണം ഞാൻ നിർബന്ധിക്കുന്നത്. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനും സ്വിംഗ് ട്രേഡ് ചെയ്ത് ലാഭം ഉണ്ടാക്കാൻ നിങ്ങളെ 100% ഞാൻ പഠിപ്പിച്ചു തരും. നിങ്ങൾ ചെയ്യുന്ന എത്രയുള്ളൂ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആർക്കും കൊണ്ടെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക.